ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദ ആർട്ട് ഓഫ് ലവിങ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്നേഹം ഒരു വികാരമല്ല, പഠിച്ചെടുക്കേണ്ട ഒരു കലയാണ്. ദ ആർട്ട് ഓഫ് ലവിങ്. നമസ്കാരം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതം മുഴുവൻ ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. യഥാർത്ഥ സ്നേഹം. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എവിടെയുണ്ട്? എന്തുകൊണ്ടാണ് എൻ്റെ ബന്ധങ്ങൾ വിജയിക്കാത്തത്? സ്നേഹം എന്തുകൊണ്ട് ഇത്ര സങ്കീർണമാണ്? ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കും ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എറിച്ച് ഫ്രോം എഴുതിയ ദ ആർട്ട് ഓഫ് ലവിങ് എന്ന പുസ്തകം പറയുന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ്. സ്നേഹം ഒരു ഭാഗ്യമല്ല, അത് പഠിച്ചെടുക്കേണ്ട ഒരു കലയാണ്. സ്നേഹം കണ്ടെത്തേണ്ടതല്ല, സൃഷ്ടിക്കേണ്ടതാണ്. പലരും വിശ്വസിക്കുന്നത് ശരിയായ ആളെ കണ്ടെത്തിയാൽ ജീവിതം സന്തോഷകരമാകും എന്നാണ്. പക്ഷേ എറിക് ഫ്രോം പറയുന്നത് വ്യത്യസ്തമാണ്. ശരിയായ ആളെ കണ്ടെത്തുന്നതിലും പ്രധാനമാണ് ശരിയായ വ്യക്തിയായി മാറുന്നത്. ഒരു നല്ല സംഗീതജ്ഞനാകാൻ വർഷങ്ങളോളം പരിശീലിക്കണം. ഒരു മികച്ച ഡോക്ടറാകാനും അധ്യാപകനാകാനും നിരന്തരം പഠനം വേണം. അതുപോലെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പഠിക്കാനും ക്ഷമയും ആത്മനിയന്ത്രണവും ആത്മബോധവും ആവശ്യമാണ്. സ്നേഹം വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. ഇന്നത്തെ ലോകത്ത് പല ബന്ധങ്ങളും ഒരു ഇടപാട് പോലെയാണ്. എനിക്ക് എന്ത് കിട്ടും? അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിക്കുന്നിടത്ത് യഥാർത്ഥ സ്നേഹത്തിനിടമില്ല. സ്നേഹം എന്നത് ആദ്യം നൽകലാണ്. സമയം നൽകുക, ശ്രദ്ധ നൽകുക, ബഹുമാനം നൽകുക, ആശ്വാസം നൽകുക. നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് ഒടുവിൽ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത്. സ്നേഹത്തിന് ധൈര്യം വേണം. സ്നേഹിക്കുന്നവർക്ക് മുറിവേൽക്കാം, നിരസിക്കപ്പെടാം, തെറ്റിദ്ധരിക്കപ്പെടാം. അതുകൊണ്ടാണ് പലരും ഹൃദയത്തിന് ചുറ്റും മതിൽ പണിയുന്നത്. പക്ഷേ ഓർക്കുക, മതിലുകൾ വേദനയെ തടയും, എന്നാൽ സന്തോഷത്തെയും തടയും. സ്നേഹിക്കാൻ ധൈര്യം കാണിക്കുന്നവരാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അനുഭവിക്കുന്നത്. ആദ്യം സ്വയം സ്നേഹിക്കും. പലരും കരുതുന്നത് സ്വയം സ്നേഹിക്കുന്നത് സ്വാർത്ഥതയാണെന്നാണ്. പക്ഷേ അതല്ല സത്യം. സ്വയം ബഹുമാനിക്കാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക. സ്വയം ക്ഷമിക്കുക. കാരണം നിറഞ്ഞ ഒരു ഹൃദയത്തിനാണ് മറ്റുള്ളവർക്കും സ്നേഹം പകരാൻ കഴിയുക. യഥാർത്ഥ സ്നേഹത്തിൻ്റെ 4 തൂണുകൾ. എറിക് ഫ്രോമിൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ സ്നേഹം 4 തൂണുകളിലാണ് നിലനിൽക്കുന്നത്. ഒന്നാമത്തേത് കരുതൽ അല്ലെങ്കിൽ കെയർ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വളർച്ചയും സന്തോഷവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. രണ്ടാമത്തേത് ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. അവരുടെ വികാരങ്ങളോട് കരുതലോടെയും പക്വതയോടെയും പ്രതികരിക്കുക. 3, ബഹുമാനം, റെസ്പെക്റ്റ്. അവരെ
മാറ്റാൻ ശ്രമിക്കാതെ അവർ ആരാണോ അതിനെ അംഗീകരിക്കുക. 4. മനസ്സിലാക്കൽ, നോളജ്. അവരുടെ സ്വപ്നങ്ങളും ഭയങ്ങളും വേദനകളും പ്രതീക്ഷകളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ 4 ഗുണങ്ങൾ ഒരുമിക്കുമ്പോഴാണ് ഒരു ബന്ധം ശക്തമാകുന്നത്. സ്നേഹം ദിവസവും പരിശീലിക്കേണ്ട ശീലമാണ്. വലിയ സമ്മാനങ്ങൾ കൊണ്ടല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു പുഞ്ചിരി, ഒരു നന്ദി, ഒരു ആത്മാർത്ഥ സംഭാഷണം, ഒരു ക്ഷമാപണം, ഒരു ആലിംഗനം. ഈ ചെറിയ നിമിഷങ്ങളാണ് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സ്നേഹം നിർമ്മിക്കുന്നത്. അവസാനത്തെ സന്ദേശം: ജീവിതത്തിൽ നിങ്ങൾ വിവാഹിതനായാലും അവിവാഹിതനായാലും ഒരു ബന്ധത്തിലായാലും ഒറ്റയ്ക്കായാലും ഈ പുസ്തകം എല്ലാവർക്കും ഒരു സന്ദേശം നൽകുന്നു. സ്നേഹം തേടി ജീവിതം മുഴുവൻ അലഞ്ഞു നടക്കരുത്. സ്നേഹിക്കാൻ അറിയുന്ന മനുഷ്യനായി വളരുക. കാരണം നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളും മാറും, നിങ്ങളുടെ കുടുംബം മാറും, നിങ്ങളുടെ ജീവിതം മാറും. ഓർക്കുക, സ്നേഹം ഒരു വികാരമല്ല, അത് ഓരോ ദിവസവും അഭ്യസിക്കേണ്ട ഒരു കലയാണ്. ആ കലയെ പഠിച്ചവന് ജീവിതത്തിൽ ഒരിക്കലും സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ജീവിതം മാറ്റുന്ന പുസ്തകങ്ങളിലൂടെ മലയാളം സംഗ്രഹങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇതുവരെ ശ്രദ്ധിച്ച് കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമേകുന്ന വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് and wonderful day.